മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നിരവധി പേർ സ്ഥാനത്തേക്ക് കോൺഗ്രസിലുണ്ട്. നിലമ്പൂരിലേത് ടീം വർക്കിന്റെ വിജയമാണ്. വി.ഡി. സതീശനും സ്വാഭാവികമായ ക്രെഡിറ്റ് അവകാശപ്പെടാം. അവസരങ്ങൾ കിട്ടാത്ത നേതാവല്ല രമേശ് ചെന്നിത്തലയെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനും സ്വാഭാവിക അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് ഒരിക്കലും ഒരു ഇലക്ഷനിൽ അങ്ങനെ പോകാറില്ല, പ്രത്യേകിച്ച് സമീപകാലം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിച്ചില്ലേ? രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ്, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി നിന്നപ്പോഴല്ലേ മത്സരം? കോൺഗ്രസിന് അത്തരത്തിലുള്ള കഴിവുറ്റ ഏത് ഉത്തരവാദിത്വവും ഏൽപ്പിക്കാനുള്ള കഴിവുറ്റ നേതാക്കന്മാർ ഒന്നിലേറെ പേരുണ്ട്. ദർ ആർ ഓപ്ഷൻസ് ഓൾസോ. ഒന്നിലേറെ പേരുണ്ട്. അത് സതീശനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ സ്വാധീനിക്കുന്നതായിരിക്കുന്നു. അല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, നേതൃത്വപരമായിട്ട് അദ്ദേഹം UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുമ്പോൾ UDFന്റെ നേതൃത്വമുണ്ട്. അദ്ദേഹം നന്നായിട്ട് തന്നെ അതിൽ കാര്യങ്ങളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. കളക്റ്റീവ് ഡിസിഷൻ തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ എപ്പോഴും അദ്ദേഹം ലീഡർഷിപ്പിൽ നിന്നിട്ടുള്ള ഇലക്ഷൻ നടത്തുമ്പോൾ ഈ ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ മിഷൻ 63 എന്ന് പറയുന്ന മിഷൻ 64 പദ്ധതി പ്രഖ്യാപിക്കും. അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ എന്താ മോശമാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്യാണ്. മൊത്തത്തിൽ അദ്ദേഹം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. അദ്ദേഹം വേണ്ടത്ര സ്പേസ് കിട്ടുന്നില്ല, വാല്യൂ ചെയ്യപ്പെടുന്നില്ല, അതൊരു പ്രശ്നമുണ്ടോ? ഇല്ലില്ല, അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇനിയും സാധ്യതയുണ്ട്. സാധ്യത ഒരിക്കലും അവസാനിച്ചിട്ടില്ല.